ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയെ വ്യക്തിപരമായി അറിയാവുന്ന മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ താനൂർ സ്വദേശി സുലൈമാനാണ്. 2018 ജൂൺ 5-ാം തീയതിയാണ് ലാസ്റ്റ് അദ്ദേഹം ദുബായ് വിടുന്നത് താൽക്കാലികമായിട്ട്. പിന്നെ ലാസ്റ്റ് സംസാരിക്കുന്നത് കഴിഞ്ഞ മാസം, അതായത് ഒക്ടോബർ 30-ാം തീയതി അദ്ദേഹത്തിൻ്റെ 60-ാം പിറന്നാളാണ്. എന്താ പറഞ്ഞത്? അന്ന് പറഞ്ഞൊരു വാക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വാക്ക്, ഐ മിസ് യു എന്നുള്ളത്. അൽവാസൽ ക്ലബിലെ ഡ്രൈവറായും പിന്നീട് മറഡോണയുടെ സ്വന്തം ഡ്രൈവറായും 8 വർഷം നീണ്ട സൗഹാർദ്ദത്തിനിടയിലെ ഓർമ്മ ചിത്രങ്ങൾ നിരവധിയാണ്. പിന്നെ ഞാനറിയാതെ എൻ്റെ കുടുംബത്തിനുള്ള വിസിൻ ടിക്കറ്റും വരെ പുള്ളിക്കാരെടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഇവരെ വീട്ടിൽ. അന്ന് ഒരുപാട് ടൈം കുടുംബത്തിനോടൊപ്പം ചിലവഴിച്ചു വീട്ടിൽ. ഉമ്മയൊക്കെ ആയിട്ട് ഉമ്മ ഒരു 4 വർഷം മുന്നേ ഉമ്മ വീടിനകത്ത് സ്ലിപ്പായിട്ട് വീണിരുന്നു. അങ്ങനെ ഡിസ്കിന് ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ അവിടുന്ന് 10 ദിവസത്തെ ലീവിന് നാട്ടിൽ പോയി. ഞാൻ നാട്ടിലെത്തിയ 3-ാമത്തെ ദിവസം ഒരു വീഡിയോ കോൾ ചെയ്തിരുന്നു. അതിന് ഉമ്മാനെ കാണിച്ചു കൊടുത്തു. സംസാരിച്ചു, പക്ഷേ സംസാരം ഉമ്മക്ക് അറിയില്ല. ആക്ഷനെ കാണിച്ചിട്ട് അതൊന്നും. നമുക്കെല്ലാം മറഡോണ ഹീറോ ആയിരുന്നെങ്കിൽ സുലൈമാന് അദ്ദേഹം ബോസ് കൂടിയായിരുന്നു. ബോസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്നൊരു മകനെ പോലെയായിരുന്നു കണ്ടിരുന്നത്. വീട്ടിനകത്തും പുറത്തും എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. 2016 അദ്ദേഹം ഫുജൈറ സ്പോർട്സ് ക്ലബിൻ്റെ കോച്ചായിട്ട് വർക്ക് ചെയ്തു 1 വർഷം. അന്ന് ട്രെയിനിങ് കഴിഞ്ഞിട്ട് രാത്രി വരുമ്പോൾ ഫുജൈറയിൽ നിന്ന് ദുബായിലോട്ട് വരുന്ന വരയിൽ വണ്ടിയുടെ ടയർ പഞ്ചറായി. അങ്ങനെ പഞ്ചറായിട്ട് പുള്ളിക്കാരനാണ് അത് ചേഞ്ച് ആക്കി എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട്. അതൊരിക്കലും മറക്കൂല. കാരണം ലോകം അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആ ഒരു അഹങ്കാരമില്ല. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവമാണ്. വിയോഗ വാർത്ത ഫേക്ക് ന്യൂസ് ആയിരിക്കണമേ എന്നാണ് ആദ്യം പ്രാർത്ഥിച്ചത്. ഇപ്പോൾ മിനിയാന്ന് മരിച്ച വാർത്ത കേട്ട് ഫേക്കാണെന്നുള്ള ലെവലിൽ ഞാൻ മൂത്ത മകൾക്കാണ് ചാറ്റ് ചെയ്തത്. അപ്പോൾ പറഞ്ഞ് സത്യമാണെന്നുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ കൺഫേം ആക്കിയത്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു വാർത്തയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും വ്യക്തിപരമായിട്ട് തീരാത്തൊരു നഷ്ടമാണ്. അതുപോലെ ഫുട്ബോൾ ലോകത്തിനും തീരാത്തൊരു നഷ്ടമാണ്. പക്ഷെ ഒരിക്കലും മരിക്കാതെ ഓർമ്മകളിൽ നിലനിർത്തും. വിലയേറിയ ഓർമ്മകൾക്കുമപ്പുറം സ്നേഹത്തോടെ ഡീഗോ കൈമാറിയ നിരവധി സമ്മാനങ്ങൾ വീട്ടിലുണ്ട്. എൻ്റെ ബർത്ത്ഡേ ദിവസങ്ങളിലാണ് എനിക്ക് കൂടുതൽ സമ്മാനം തന്നിട്ടുണ്ട്. എനിക്കൊരു ഹോബ്ലെറ്റിൻ്റെ വാച്ച് തന്നിട്ടുണ്ട്, ഒരു iPhone 7 Plus തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫാമിലിയൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സിസ്റ്ററെ കൊടുത്തിരുന്നു. സിസ്റ്റർക്ക് ഗോൾഡ് കൊടുത്തിട്ടുണ്ട്. അർജന്റീനയിലേക്ക് പോകാൻ പലകുറി അവസരം ലഭിച്ചിട്ടും ഒഴിവാക്കിയതാണ്. ഡീഗോയ്ക്കായി ഈ തിരൂർ അയ്യായ സ്വദേശിക്ക് ഒരാഗ്രഹം ബാക്കിയുണ്ട്. ആഗ്രഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ കുടീരത്തിൽ ഒന്ന് പോകണം, ഒന്ന് കാണണം. ഞങ്ങൾ 7 വർഷം അങ്ങനെ ജീവിച്ചതാണ്. അതൊരു ലൈഫിലൊരു ആഗ്രഹമാണ്. സാധിക്കുമെന്ന് പ്രതീക്ഷിക്കണം. തമീം അഹമ്മദിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.